4 ദിവസം മുൻപ് ട്രക്കിങ്ങിന് പോയി കാണാതായ GS ശരണ്യയെ കണ്ടെത്തിയിരിക്കുകയാണ്. 4 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ശരണ്യയെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ശരണ്യയെ ഇപ്പോൾ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, കാടടച്ചുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. 100 അംഗ ടീമിനെയൊക്കെ കർണാടക സർക്കാർ വിന്യസിച്ചിരുന്നു. ശരണ്യയുടെ ആരോഗ്യനില ഓക്കെ ആണോ? ഏറെ വലിയൊരു ശുഭവാർത്ത, കേരള കാത്തിരുന്നൊരു ശുഭവാർത്ത തന്നെയാണ് വരുന്നത്. ശരണ്യ ഇപ്പോൾ ഈ കാട്ടുണ്ടെങ്കിൽ വനമേഖലയിൽ നിന്ന് തടീന്റെ വനമേഖലയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. കർണാടക പോലീസും കർണാടക വനംവകുപ്പും അതോടൊപ്പം തന്നെ ആന്റി നക്സൽ സേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു ശുഭവാർത്ത ലഭിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഏറെ സന്തോഷത്തിലാണ്. പക്ഷേ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ശരണ്യയുടെ സുഹൃത്ത് അതുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിലെ സന്തോഷമല്ലേ? ആന്റി നക്സൽ സേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലാണ്. എന്തായാലും സുഹൃത്തുക്കളൊക്കെ നേരെ സന്തോഷമാണ്. അവർ സന്തോഷ കണ്ണീരണിയിൽ വലിയ ആശ്വാസം നൽകുന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതി GS ശരണ്യയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ നാലാമത്തെ ദിവസമാണ്. 4 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് GS ശരണ്യയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരം സ്വദേശിനിയാണ്. കൊച്ചിയിൽ IT കമ്പനി ജീവനക്കാരിയാണ് ശരണ്യ. GS ശരണ്യയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കുടകിലെ തടിയന്റെ മോൾ കൊടുമുടി കയറാനാണ് ശരണ്യ പോയത്. വ്യാഴാഴ്ചയാണ് ശരണ്യയെ കാണാതായത്. വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് ശരണ്യ ഉൾപ്പെടെയുള്ള സംഘം ട്രക്കിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ യാത്രക്കിടെ ശരണ്യയെ കാണാതാവുകയായിരുന്നു. ട്രക്കിങ്ങും സാഹസികതയും ഏറെ ഇഷ്ടപ്പെടുന്ന ശരണ്യ കൊച്ചിയിൽ നിന്നാണ് കുടകിലേക്ക് എത്തിയത്. ആദ്യം ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. ഹോം സ്റ്റേ ജീവനക്കാരോട് ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് പോകണമെന്ന ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സാധ്യമല്ലാത്തതിനാൽ ഹോം സ്റ്റേയിലേക്ക് എത്തിയ മറ്റുള്ളവർക്കൊപ്പമാണ് ശരണ്യ ട്രക്കിങ്ങിന് പോയത്. ശരണ്യ അടക്കം 10 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ബാക്കി 9 പേരും അപരിചിതരായിരുന്നു. എന്തായാലും വ്യാഴാഴ്ച രാവിലെ ട്രക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ശരണ്യയെ കാണാതാവുകയായിരുന്നു. ഇപ്പോൾ 4 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ ശരണ്യയെ കണ്ടെത്തുകയാണ്. സാരംഗ് സുരേഷ് ഉണ്ട്. സാരംഗ് പറയും. സാരംഗ് പറയും. കേരളമാണ്. അതേ രീതിയിൽ അതുകൊണ്ട് തന്നെ പരമാവധി വലിയ വന്യജീവി സാന്നിധ്യം ഉള്ള മേഖലയായതിനാൽ തന്നെ നാട്ടുകാരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ വനമേഖലയോട് ചേർന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ ഏറെ സന്തോഷത്തിലാണ്. കാരണം കാടടച്ചുള്ള, നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ കാടടച്ചുള്ള പരിശോധന തന്നെയാണ്. കാരണം ഈ ഒരു മലയുടെ ഒരു വശത്ത് കേരളമാണ്. അതേ രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി വലിയ വന്യജീവി സാന്നിധ്യമൊക്കെ ഉള്ള മേഖലയായതിനാൽ തന്നെ നാട്ടുകാരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ വനമേഖലയോട് ചേർന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഈ രീതിയിൽ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ചെറിയ പാതകളൊക്കെ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തിയ നാട്ടുകാരൊക്കെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വഴി നിന്നാണ് ശരണ്യെ വീണ്ടെടുക്കാനായതെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഏറെ സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ തന്നെ ആനന്ദ കണ്ണീരണിയുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നവരും MLA അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ വലിയ സന്തോഷം പങ്കുവെച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ. വലിയ ആശ്വാസം നൽകുന്ന വാർത്ത ഇപ്പോൾ കുടകിൽ കർണാടകയിലെ വനമേഖലയിൽ ട്രക്കിങ്ങിന് പോയ GS ശരണ്യയെ 4 ദിവസം ഇപ്പോൾ തെരച്ചിലിന് ശേഷം ഊർജിതമായ തെരച്ചിലിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്.